ഇത് ഹൈഡ്രാഞ്ചലി ചെടി. വളരെ മനോഹരമായ ഒരു ചെടിയാണ്. ഈ പൂവ് മാസങ്ങളോളം നിൽക്കും. ഇതിന് പല പല നിറങ്ങളായിട്ട് വരും. ഇതങ്ങനെ കൊഴിഞ്ഞു പോവുകയോ ഒന്നുമില്ല. നല്ല അടിപൊളിയായിട്ടുള്ള പൂവാണ്. ഇതിന് പ്രത്യേകിച്ച് മണമോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഈ പൂവെന്ന് പറയുന്നത് പെട്ടെന്നൊന്നും പോകത്തില്ല. ഒരു 2-4 മാസമാണ് ഇതിൻ്റെ സമയമെന്ന് പറയുന്നത് കേട്ടോ. ആദ്യം ഇതിനേക്കാളും ഡാർക്ക് ഷെയ്ഡായിരിക്കും. അത് കഴിഞ്ഞ് ഇതുപോലെ പച്ച നിറവും വയലറ്റ് നിറവും മഞ്ഞ നിറവും ഒക്കെ ആയിട്ടാണിത് പോവുക. ഇത് ഒരിക്കലും പൊഴിഞ്ഞു പോകത്തില്ല. ഇത് ഉണങ്ങി കരിഞ്ഞാണ് പോവുകയുള്ളൂ. അതും ഒരുപാട് കാലം കഴിഞ്ഞ്. നമ്മുടെ മുറ്റത്തും സൈഡിൽ കൂടെയൊക്കെ വെച്ച് പിടിപ്പിക്കാൻ ഏറ്റവും വളരെ മനോഹരമായ ഒരു ചെടിയാണ് ഈ ഹൈഡ്രാഞ്ചലി ചെടി. കട്ടയായിട്ടുള്ള പൂവാണ് ഇതിനുള്ളത്. ഇത് നട്ടുപിടിപ്പിക്കാനൊക്കെ വളരെ ഈസിയാണ്. നമുക്ക് ഇതിന് പ്രത്യേകിച്ച് കെയറോ കാര്യങ്ങളോ ഒന്നും ഇതിന് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് തന്നെ അങ്ങ് നിന്ന് നല്ലോണം ഉണ്ടായിക്കോളും. വേനൽക്കാലത്തും മഴക്കാലത്തും ഒക്കെ ഒരുപോലെ പൂക്കളുള്ള ചെടിയാണ് ഈ ഹൈഡ്രാഞ്ചലി. ഇത് കണ്ടോ, പച്ചയും വയലറ്റൊക്കെ ചേർന്നത്. അതൊക്കെ ഇത് അതിനേക്കാളും കുറച്ചും കൂടെ പ്രായം കൂടിയ പൂവാണിത്. ഇതിപ്പോൾ 1 മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ നിറം ഇങ്ങനെ ആയത്. ഇതിൻ്റെ ഇടയ്ക്കൂടെ എല്ലാം കട്ടിക്കൊലയായിട്ടുണ്ടാകുന്ന ഒരു ചെടിയും കൂടെയാണ് കേട്ടോ ഈ ഹൈഡ്രാഞ്ചലി. വളരെ മനോഹരമാണ് ഈ പുഷ്പം കാണാൻ. ഇതുകൊണ്ട് ആ സൈഡിൽ കണ്ടോ, നോക്കുമ്പോൾ കാണാം, ഉണങ്ങിയിരിക്കുന്നത് കാണാം. അതങ്ങനെ ഉണങ്ങിയേ നിൽക്കത്തേ ഉള്ളൂ. കുറേ കഴിയുമ്പം പൊഴിഞ്ഞൊന്നും പോവുകയില്ല. നമ്മുടെ മുറ്റം എപ്പോഴും പൂക്കളായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഈ ഹൈഡ്രാഞ്ചലി ചെടിയൊക്കെ നട്ട് പിടിപ്പിച്ചാൽ മതി. ചോക്കുട്ടൻ ഇടയ്ക്ക് കയറി ഇന്ന് വർത്തമാനം പറയുന്നുണ്ട്. ഈ പൂവൊക്കെ നോക്കുന്നതാണേ. അപ്പോൾ എല്ലാവരും വീടിൻ്റെ മുറ്റത്തോ ഒക്കെ ഈ ഹൈഡ്രാഞ്ചലി ചെടി നട്ടുപിടിപ്പിക്കും കേട്ടോ. വളരെ മനോഹരമാണ്. പിന്നെ മണമോ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ കാണാൻ വളരെ മനോഹരമായിട്ടുള്ള ഒരു ചെടിയാണിത്. അപ്പോൾ വേറെ വീണ്ടും ചെടിയായിട്ട് കാണാം.